മുത്തുമണികളെ കണ്ടോളൂ മാഷാ അല്ലാ കൊല്ലും മാഷാ അല്ലാ അടിപൊളി സുന്ദരമായ വീട്ട് ഏതല്ല ചെടിക്ക് ഏത ലുക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ വർക്ക് ഈ വീട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുത്തുമണി. ഈ കാണുന്ന ഗ്ലാസ്സിൽ ഒരു പോർച്ച് ഗ്ലാസ് ഇത് നമ്മൾ ഇടയ്ക്ക് ചെയ്യലുണ്ടല്ലോ. മഴക്കാലമാണ് ഇതിലൊക്കെ പെട്ടെന്ന് പിടിച്ചൽ കഴിഞ്ഞിന്. ഏതായാലും നമ്മളിതൊന്നും കൈകാൻ വേണ്ടി വന്നു. അതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഉണ്ടാവും സെറ്റ് ആക്കാൻ മുത്തുമണികളെ. ബിഫോർ നമ്മൾ കണ്ടോളൂ. ഇനി മുകളിൽ നമ്മൾ കാണിച്ചു തരാം. ഈ കാണുന്ന ഗ്ലാസ്, ഈ കാണുന്ന തൽക്കാലം ഗ്ലാസ്, ഇതൊക്കെ നമുക്ക് ചെയ്യാനാണ് മുത്തുമണികളെ. വേറെ ഒരുപാട് വർക്കുകളുണ്ട് നമ്മോട്. ഇതാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗ്ലാസിൻ്റെ ഒക്കെ അവസാനത്തില്ലേ പൂപ്പലൊക്കെ പിടിച്ച് പറ്റങ്ങ് ഇതിനുണ്ടല്ലേ. പിന്നെ ഈ തിണ്ടുമുള്ള മഞ്ഞപ്പൊക്കെ പോക്കിയിട്ട് വെള്ളപ്പുണ്ടാക്കി മാറ്റണം. അതാണ് നമ്മളെ വർക്ക്. ഇതിങ്ങോട്ട് വേറെ ലെവലൊക്കെ മുത്തുമണികളെ ശരിക്ക് കണ്ടോളൂ. ഇത് ഇതിൻ്റെ മുഖച്ചാണ് മാറ്റം നമ്മൾ കണ്ടില്ലേ. ഈ അവസ്ഥ ഈ ഏരിയൊക്കെ കംപ്ലീറ്റ് ആയിരിക്കണ്ടല്ലോ. ഇതിവിടെ ഒരു ഓപ്പൺ ഡ്രസ്സാണ്, വെള്ളമൊക്കെ വീണ ഇതിൻ്റെ മുകളിൽ ഗ്ലാസ്. അങ്ങനെ നമ്മൾ വർക്ക് ചാട്ടാക്കിയിട്ട് മുത്തുമണികളെ വർക്കായിട്ട് ചാട്ടാക്കി കൽബളേ ഗ്ലാസ് അങ്ങനെ വരച്ച് കഴിക്കണം. മൊത്തത്തിൽ കഴിഞ്ഞിട്ട് ആഫ്റ്റർ കാണിച്ചാൽ പിന്നെ നമ്മൾ ഓപ്പൺ ഡ്രസ്സ് കഴിക്കണം. ഓപ്പൺ ഡ്രസ്സ് കഴിക്കണം. ഇനി നമ്മൾ മൊത്തത്തിൽ ഇതുണ്ടോ ഇവിടെ നമ്മൾ കേൾക്കാത്ത സ്ഥലം, ആ തലക്കൽ നമ്മൾ കേൾക്കിയ സ്ഥലം എങ്ങനെയുണ്ട് അത്രക്കും മാറ്റം വരുത്തി കൊടുത്തു നമ്മൾ. ഇനി ഇത് ഫുള്ള് നമ്മൾ കാണിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ. ഇതാ ഗ്ലാസ് ഇതാ പോർച്ച് ഗ്ലാസ്. എൻ്റെ മോനെ ചെടിയൊക്കെ മുകളിൽ ഒഴിച്ചിട്ടായി വല്ലാത്ത തെങ്ങൊക്കെ തെളുങ്ങിയാണ് ഉണ്ടല്ലേ. ഗ്ലാസ്സുമുള്ള പൂപ്പിലെ വിട പയലെ വിട ഈ നേക്കും വിട ഉണ്ടല്ലേ കൊളുത്തിലാക്കി. പിന്നെ അതാ തിണ്ടൊക്കെ ഉണ്ടെങ്കിൽ തിണ്ടൊക്കെ പൈൻ്റ് അടിച്ചാൽ ക്ലീൻ ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ട് നമ്മൾ മുത്തുമണികളെ. പിന്നെ അതാ ഓപ്പൺ ഡ്രസ്സൊക്കെ ഉണ്ടല്ലേ തെളിങ്ങണത് ഓപ്പൺ ഡ്രസ്സൊക്കെ ഏതല്ലൊക്കെ പൂപ്പലും പോയി പൂപ്പലെ വിട ഇന്നേക്കും വിട. പിന്നെ അതാണ്ടോ സൈഡിലത്തെ ഗ്ലാസ് ഉണ്ടല്ലേ, സൈഡിൽ ഗ്ലാസ് വെച്ചാൽ അതൊക്കെ ഉണ്ടല്ലോ തെളിങ്ങണത്. അതിനോട് നോക്കിയാൽ അങ്ങേ പോലത്തന്നെ അങ്ങേ പുറത്ത് വേണം അക്കൊലത്തിലാക്കി വിടുന്നത്. പിന്നെ നമുക്കിതാ ഉള്ളിലെ പണിയാണ് മുത്തുമണി. ഈ കാണുന്ന കോണിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലേ മുകളിൽ ഇനിങ്ങാന്ന് ഈ കാണുന്ന ചുറ്റും അടിക്കൊക്കെ ഉണ്ട് കേട്ടോ അത് തൂത്തുക. അത് പിന്നെ ബിഫോർ ആഫ്റ്ററുള്ള ബോപ്പൊന്നും ഇല്ല. ഏതായാലും നമ്മൾ വർക്ക് കാണിക്കണുള്ളൂ ഉണ്ടല്ലേ. ഫുൾ മലന്നും കൂഴുന്നൊക്കെ തൂത്ത്. പിന്നെ അതാ പുറത്തൊരു ജനവാതിൽ കേട്ടോ, ഈ ഹൈറ്റിലുള്ളൊരു ജനവാതിൽ. ഇത് നമ്മൾ തോത്തണം. ഓക്കെ നമ്മൾ സെറ്റാക്കിയിട്ടാണ് ഒരു ജനവാതിൽ കേട്ടോ നമ്മൾ പറഞ്ഞത്. ആയിക്കോട്ടെ നമ്മൾ സെറ്റാക്കിയ മുത്തുമണികളെ. അങ്ങനെ നമ്മൾ നടന്നു പോയോണ്ടിരിക്കുക. വേക്കൂടെ അങ്ങനെ പോയി അങ്ങനെ ആ ബക്കത്തൂടെ അങ്ങനെ തവക്കൽ തളർന്ന് അങ്ങനെ പോയോണ്ടിരിക്കുക കണ്ടില്ലേ. അങ്ങനെ പോയി ചുറ്റി വളഞ്ഞ് അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ പോയിട്ട് അവിടെയാണ് നമ്മളെ ജനവാതിൽ എടുക്കുക കണ്ടില്ലേ. ഇതാണ് നമ്മൾ ജനവാതിൽ പോലും പറഞ്ഞത്. അങ്ങനെ നമ്മൾ വർക്ക് കട്ടാക്കി. അതും ബിഫോർ ആഫ്റ്ററുള്ള വകുപ്പില്ല. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻസ് ചെയ്യണം. അതുകൊണ്ട് വലിയ പൊടിയൊന്നുമില്ല. പിന്നെ പുറത്തെ ഭാഗത്തൊക്കെ വന്നിട്ട് പുറത്തെ ഭാഗത്ത് ഏറ്റുമുള്ള കംപ്ലീറ്റ് കാട് പറിച്ചിടണം. ഓക്കെ നമ്മൾ പറിച്ചിട്ടുള്ള ആരാണല്ലേ കംപ്ലീറ്റ് പുല്ല് പറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതും നമ്മളോട് വർക്ക് ചാട്ടാക്കിയിട്ട് മുത്തുമണികളെ പറിച്ച് കോണിമ കയറിന് പറിച്ചിന്ന് അടിക്കിടുന്നു സെറ്റല്ലേ. പിന്നെ അതിൻ്റെ ആഫ്റ്റർ അഞ്ചെന്നാൽ ഇതാ ആഫ്റ്റർ. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ നമ്മൾ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്താലും മുത്തുമണികളെ. പിന്നെ പുറത്തെ ഭാഗത്ത് ചെടിൻ്റെ ഇടയിൽ കുറച്ച് കാളുണ്ട്. ആയിക്കോട്ടെ നമ്മൾ പറിച്ചോളാണ് ഉണ്ടല്ലേ. ഈ കാണുന്ന കാള് കംപ്ലീറ്റ് പറിച്ച്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വർക്ക്. അതിൻ്റെ ആഫ്റ്റർ ഉണ്ടല്ലേ. പിന്നെ ഇതാ മതിലിൻ്റെ പുറത്തെ ഭാഗത്ത് റോഡ് സൈഡിലേക്കുള്ളൊരു സ്ഥലം അവിടെ കുറച്ച് ചണ്ടി ഞമ്മലൊക്കെ ഒന്ന് അടിച്ചു തരാൻ പറഞ്ഞു. ആയിക്കോട്ടെ നമ്മൾ അടിച്ചേരി ക്ലീൻ ചെയ്ത്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ വർക്ക്. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്ററോടെ നമ്മൾ വൈബ് ഫിനിഷ് ചെയ്യാൻ മുത്തുമണി. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ ഗുഡ് ബൈ, താങ്ക് യു. ഇന്നത്തെ ഈ വീട്ടിലെ വർക്ക് കംപ്ലീറ്റ് അതായിരുന്നു. ഓക്കെ ശരി. അപ്പോൾ അടുത്ത വീഡിയോ